പ്രൈം ടൈമിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച റിപ്പോർട്ടിലേക്കാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥികൾക്ക് നേരെ അതിക്രമം. ഡയാലിസിസ് ടെക്നോളജി 4ാം വർഷ വിദ്യാർത്ഥികൾക്ക് നേരെയാണ് അതിക്രമം ഉണ്ടായത്. നൈറ്റ് ഡ്യൂട്ടിക്കിടയിലാണ് ആക്രമണം എന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. വിദ്യാർത്ഥികൾ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് പരാതി നൽകി. പരാതിയുടെ പകർപ്പ് 24 ലഭിച്ചിട്ടുണ്ട്. മേഘന മുരളി വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. മേഘന, ഈ പരാതി അങ്ങേറ്റം ഗൗരവമുള്ളതാണ്. അതിൽ പറയുന്ന കാര്യങ്ങൾ ഒരു മെഡിക്കൽ കോളേജിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? അതും അവിടെ ഒരു അപരിചിതൻ കടന്നു കയറി ഈ വിദ്യാർത്ഥിനികളെ ആക്രമിക്കുക, ആ സമയത്ത് ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥർ പോലും അവിടെ ഉണ്ടാകാതിരിക്കുക, ആരുടെയും സഹായം അവർക്ക് ലഭിക്കാതിരിക്കുക, അങ്ങനെ അങ്ങേറ്റം ഗുരുതരമായ വിവരങ്ങളാണ് ആ പരാതിയിലുള്ളത്. എന്താണ് സംഭവിച്ചത് മേഘന? തീർച്ചയായും വിജയകുമാർ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് അതീവ ഗുരുതരാവസ്ഥയിലുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. അതിൽ പെൺകുട്ടികൾക്ക് എത്രത്തോളം ആശുപത്രിക്കകത്തും സുരക്ഷയുണ്ട് എന്നുള്ള കാര്യം ഒരു ചോദ്യചിഹ്നമായി തന്നെ മാറുന്ന രീതിയിലുള്ള ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു സംഭവമാണ് ഇന്നലെ നൈറ്റ് ഡ്യൂട്ടിക്കിടയിൽ ഉണ്ടായത് എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ ഇപ്പോൾ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് ഒരു പരാതിയായി നൽകിയിരിക്കുന്നത്. അപരിചിതനായിട്ടുള്ള ഒരാൾ ആശുപത്രിയിൽ നൈറ്റ് ഡ്യൂട്ടിക്കിടയിൽ വിശ്രമ മുറിയിലേക്ക് കടന്നു വരികയും അവരെ കയറി പിടിക്കുകയും അതുപോലെ തന്നെ കത്രികയും കസേരയും കൊണ്ട് ആക്രമിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ പരാതിയായി പറയുന്നത്. ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അത് ഡയാലിസിസ് ടെക്നോളജി 4ാം വർഷ വിദ്യാർത്ഥികൾക്ക് നേരെയാണ് അതിക്രമം എന്നുള്ളതാണ് പ്രധാനമായും. അതിൽ ഈ 4ാം വർഷ വിദ്യാർത്ഥികളാകുമ്പോൾ ഇത്തരത്തിൽ നൈറ്റ് ഡ്യൂട്ടിക്കും അതുപോലെ തന്നെ ഈ ട്രെയിനിങ്ങിന്റെ ഭാഗമായും ഒക്കെ ഡ്യൂട്ടി കൊടുക്കാറുണ്ട്. അങ്ങനെയാണ് വിദ്യാർത്ഥികൾ നൈറ്റ് ഡ്യൂട്ടിയിലേക്ക് പോകുന്നത്. അങ്ങനെ നൈറ്റ് ഡ്യൂട്ടിക്കിടയിൽ ഈ പുറത്തു നിന്നുള്ള ഒരു അപരിചിതൻ എന്നുള്ളതാണ് പരാതിയിൽ പറയുന്നത്. ഈ അപരിചിതൻ വിശ്രമ മുറിയിലേക്ക് കയറി വരികയും അതുപോലെ തന്നെ ആക്രമിക്കുകയും ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് പ്രധാനമായും വിദ്യാർത്ഥികൾ പറയുന്നത്. ഇപ്പോൾ വിദ്യാർത്ഥികളുടെ പേര് നമ്മൾ വ്യക്തമാക്കുന്നില്ല, പക്ഷെ അവർ പരാതിയുമായി മുന്നോട്ട് പോകുമെന്നുള്ള കാര്യം തന്നെയാണ് പ്രധാനമായും അറിയാൻ സാധിക്കുന്നത്. അതിൽ ഈ അപരിചിതനായിട്ടുള്ള വ്യക്തി ആരാണ് എന്നുള്ള കാര്യത്തിലും ഇപ്പോൾ വ്യക്തതയില്ല. മറിച്ച് ഈ വിദ്യാർത്ഥികളെ, അത് ഒന്നിൽ കൂടുതൽ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. വിദ്യാർത്ഥികൾ വിശ്രമ മുറിയിൽ വിശ്രമിക്കുമ്പോൾ ആ സമയത്ത് പുറത്തുനിന്ന് ഒരാൾ വാതിൽ തള്ളി തുറന്നു വരുന്നു. ആ സമയത്ത് തന്നെ വിദ്യാർത്ഥികൾ ബഹളം വയ്ക്കുന്നു. അതിനുശേഷവും ഈ വിദ്യാർത്ഥികളുടെ കാലിൽ കടന്നു കയറി പിടിച്ചു. അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന കത്രിക കൊണ്ട് കുത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഒരു പരാതിയായി വിദ്യാർത്ഥികൾ പറയുന്നത്. അതുപോലെ തന്നെ കസേര കൊണ്ടും ആക്രമിച്ചു. ഈ കസേര കൊണ്ട് ആക്രമിച്ച ശേഷവും ഈ അപരിചിതനായിട്ടുള്ള വ്യക്തി പുറത്തേക്ക് പോകാൻ തയ്യാറായില്ല. അതിനുശേഷം ഇവർ ഭയന്ന് അടക്കം അതുപോലെ തന്നെ മറ്റ് ജീവനക്കാരടക്കം എത്തി രക്ഷപ്പെടുത്തിയത് എന്നുള്ള കാര്യമാണ് ഈ പരാതിയിൽ പറയുന്നത്. അതിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, വിദ്യാർത്ഥികൾ ഈ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് നൽകിയിട്ടുള്ള പരാതിയിൽ തന്നെ പറയുന്ന ഗുരുതരമായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത്, എത്രത്തോളം സുരക്ഷ ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട്, അതുപോലെ തന്നെ സെക്യൂരിറ്റി ജീവനക്കാർ പോലും ആ സമയത്ത് വിളിച്ചിട്ട് ആ സമയത്ത് ഒരു അടിയന്തര സാഹചര്യത്തിൽ വിദ്യാർത്ഥികളുടെ സുരക്ഷയെ, പെൺകുട്ടികളുടെ സുരക്ഷയെ ചോദ്യം ചെയ്യുന്ന ഒരു അടിയന്തര സാഹചര്യത്തിൽ അവിടെ എത്താൻ തയ്യാറായില്ല എന്നുള്ള കാര്യം കൂടി ഈ പരാതിയിൽ പ്രധാനമായും പറയുന്നു എന്നുള്ളതാണ്. അതിൽ തുടർ നടപടികൾ ആവശ്യമുണ്ട്. അതായത് ഞങ്ങൾക്ക് നൈറ്റ് ഡ്യൂട്ടിയിൽ എത്തുമ്പോൾ കൃത്യമായ സുരക്ഷ ആവശ്യമുണ്ട്. കൂടാതെ ഈ 4ാം വർഷ വിദ്യാർത്ഥികളാണ്, അതുകൊണ്ട് അവർക്ക് ആശുപത്രി അത്ര പരിചിതമായ ഒരു സ്ഥലം അല്ലെങ്കിൽ അവർ മുന്നേ ജോലി ചെയ്ത് തുടർന്നു വരുന്ന ഒരു സ്ഥലമല്ല. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും തരത്തിലൊരു സുരക്ഷ അവരുടെ ഉണ്ടാകേണ്ടതുണ്ട്. പക്ഷേ അത് ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന്, മെഡിക്കൽ കോളേജിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.